ടാലി പ്രൈം സോഫ്റ്റ്വെയറിൽ ഒരു കമ്പനി എങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്നത് നമുക്കവിടെ നോക്കാം. ടാലി സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്താൽ നമുക്ക് ആദ്യം കിട്ടുന്ന വിൻഡോ ആണ്. ഇവിടെ ക്രിയേറ്റ് കമ്പനി, സെലക്ട് റിമോട്ട് കമ്പനി, സ്പെസിഫൈ പാത്ത്, സെലക്ട് ഫ്രം ഡ്രൈവ്, ഈ 4 ഓപ്ഷനാണ് നമുക്ക് കാണുന്നത്. അത് നമുക്കൊരു കമ്പനി എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ആരോ കീ ഉപയോഗിച്ച് ക്രിയേറ്റ് കമ്പനി എന്നുള്ള മെനുവിലേക്ക് പോവുക. വൺസ് എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനി ക്രിയേഷൻ്റെ പേജിലേക്ക് പോകും. ഓക്കെ, ഫസ്റ്റ് അവിടെ നമുക്ക് കിട്ടുന്നത് കമ്പനി ഡാറ്റ പാത്താണ്. ബാക്ക് സ്പേസ് അടിച്ച് അവിടേക്ക് നമുക്ക് പോകാം. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന കമ്പനി ഏത് ലൊക്കേഷനിലാണ് നമ്മൾ സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ പാത്ത് അവിടെ കാണിക്കാം. ഡിഫോൾട്ടായിട്ട് ടാലിയിൽ സെറ്റ് ചെയ്തുള്ള പാത്താണ് അവിടെ വരുന്നത്. അതിനുശേഷം കമ്പനി നെയിം, കമ്പനി നെയിമിലാണ് നമ്മളോട് കമ്പനിയുടെ പേര് സെറ്റ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ABC ട്രേഡിംഗ് കമ്പനി LLC എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. അടുത്തായി വരുന്നത് കമ്പനിയുടെ മെയിലിംഗ് നെയിമാണ്. മെയിലിംഗ് നെയിം മീൻസ് കമ്പനി നെയിമിൽ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനെല്ലാം വേണ്ടി ചിലപ്പോൾ ഇയർ വൈസ് കമ്പനീസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഏത് ഇയർ ആണെന്നെല്ലാം നമുക്ക് മെൻഷൻ ചെയ്യാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ 2025 ഞാനിവിടെ കൊടുത്തു. മെയിലിംഗ് നെയിമിൽ നമുക്ക് ആ 2025 എന്നുള്ള ആവശ്യം വരുന്നില്ല. കാരണം കമ്പനിയുടെ റെക്കോർഡ്സിലെല്ലാം നമ്മളൊരു ഇൻവോയ്സോ മറ്റു വോച്ചറുകളോ റിപ്പോർട്ട്സൊക്കെ പ്രിന്റ് ചെയ്യുമ്പോൾ വരേണ്ട പേരാണ് കമ്പനിയുടെ മെയിലിംഗ് നെയിമിൽ വരുന്നത്. ശേഷം കമ്പനിയുടെ അഡ്രസ്സാണ്. നമുക്കിവിടെ അഡ്രസ്സ് ടൈപ്പ് ചെയ്യാം. PO ബോക്സ് ദുബായ് UAE, ഇത്രയാണ് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഇൻ്റർനാഷണൽ കമ്പനീസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ UAEയിലുള്ള കമ്പനി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ഇവിടെ സ്റ്റേറ്റ് എന്നുള്ള ഓപ്ഷൻ വരും. അവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്താൽ മതി. ദുബായ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദുബായ് വരും. അല്ല അബുദാബി എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അബുദാബി വരും. അപ്പോൾ ഞാനിവിടെ ദുബായ് എന്ന് ടൈപ്പ് ചെയ്യാണ്. കൺട്രി ഓട്ടോമാറ്റിക് സെലക്ഷൻ അവിടെ വരുന്നുണ്ട്. PO ബോക്സ് ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇവിടെ കൊടുക്കാം. ടെലിഫോൺ നമ്പർ ഉണ്ടെങ്കിൽ ടെലിഫോൺ നമ്പർ കൊടുക്കാം. 04 മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ മൊബൈൽ നമ്പർ കൊടുക്കാം. കമ്പനിയുടെ ഫാക്സ് നമ്പർ ഇഫ് അവൈലബിൾ, ഇതെല്ലാം നമുക്ക് നമ്മളുടെ മെയിലിംഗ് ഡീറ്റെയിൽസിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഫീൽഡുകളാണ്. കമ്പനിയുടെ ഇമെയിൽ ID info@abctrd.com, വെബ്സൈറ്റ് www.abctrd.com. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് കമ്പനിയുടെ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്. ബൈ ഡിഫോൾട്ട് ടാലിയിൽ ഉണ്ടാവുന്നത് April to March എന്നുള്ളൊരു ഫിനാൻഷ്യൽ പീരീഡ് ആയിരിക്കും. അത് ഇന്ത്യയിലെല്ലാം കമ്പനീസ് April to March ആണ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പക്ഷേ ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്ക് വരുമ്പോൾ മോസ്റ്റ്ലി കമ്പനീസ് എല്ലാം യൂസ് ചെയ്യുന്നത് Jan to December എന്നുള്ള ഫിനാൻഷ്യൽ ഇയർ ആണ്. അപ്പോൾ കമ്പനിയുടെ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷനിൽ ഏത് പീരീഡാണോ ഫിനാൻഷ്യൽ ഇയർ ആയിട്ട് മെൻഷൻ ചെയ്തുള്ളത് അത് ഒരു പീരീഡാണ് നമുക്കവിടെ സെറ്റ് ചെയ്യേണ്ടത്. ഫിനാൻഷ്യൽ ഇയർ ബിഗിനിങ് ഫ്രം, അപ്പോൾ നമ്മൾ കൊടുക്കേണ്ടത് 1st of January എന്ന് മുതലാണ് അക്കൗണ്ട്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ 24 ആണെങ്കിൽ 24 മുതൽ, 25 ആണെങ്കിൽ 25 മുതൽ. നെക്സ്റ്റ് ബുക്സ് ബിഗിനിങ് ഫ്രം എന്നുള്ളതാണ്. കൂടുതൽ ആളുകൾ ഈ ഒരു ഭാഗം തെറ്റിക്കാറുണ്ട്. എല്ലാവരും 1st of January 25 up to 31st December 25 എന്നുള്ളത് കൊടുക്കാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി അതിന് വേണ്ടിയിട്ടുള്ള ബുക്സ് ബിഗിനിങ് ഫ്രം എന്ന് പറയുന്നത് ഇപ്പോൾ കമ്പനിയുടെ ഫിനാൻഷ്യൽ ഇയർ 1st of January 25 സ്റ്റാർട്ട് ചെയ്യുകയും കമ്പനി ഇൻ ബിറ്റ്വീൻ ലൈക്ക് 25 കഴിഞ്ഞിട്ട് ചിലപ്പോൾ 1st of March സ്റ്റാർട്ട് ചെയ്തുള്ള കമ്പനി ആയിരിക്കാം. അങ്ങനെ വരുമ്പോൾ അവരുടെ ബുക്ക് ബിഗിൻ ചെയ്യുന്നത് 1st of March പക്ഷേ ഫിനാൻഷ്യൽ ഇയർ 1st of January സ്റ്റാർട്ട് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ബുക്ക് ബിഗിനിങ് ഫ്രം എന്നുള്ളത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ മാറ്റി 1st of January എന്ന് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. നെക്സ്റ്റ് വരുന്നത് എഡിറ്റ് ലോഗ് അപ്ലിക്കബിലിറ്റി ആണ്. എഡിറ്റ് ലോഗ് അപ്ലിക്കബിലിറ്റി പറയുന്നതിന് മുന്നേ ഞാനിവിടെ F12 കോൺഫിഗറേഷനെ കുറിച്ച് പറയാം. F12 കോൺഫിഗറേഷൻ നമ്മൾ ടാലി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് പേജ് എടുത്താലും ആ ഒരു പേജിന് കോൺഫിഗറേഷൻ ഉണ്ട്. നമുക്ക് കമ്പനി ക്രിയേഷനിലെ F12 കോൺഫിഗറേഷൻ എന്താണെന്ന് നോക്കാം. ഇവിടെ F12 കോൺഫിഗറേഷനിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊവൈഡ് കോൺടാക്ട് ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ കാണാം. അത് എനേബിൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് അവിടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കിട്ടില്ല. സെറ്റ് എഡിറ്റ് ലോഗ് അപ്ലിക്കബിലിറ്റി. എഡിറ്റ് ലോഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് ഒന്നിലധികം യൂസേഴ്സ് ഉണ്ടായിരിക്കാം. ഇപ്പം ഞാൻ ചെയ്യുന്ന ട്രാൻസാക്ഷൻ ഉണ്ടായിരിക്കും, വേറൊരാൾ ചെയ്യുന്ന ട്രാൻസാക്ഷൻ്റെ എല്ലാം യൂസേഴ്സിൻ്റെ പേരിൽ റെക്കോർഡ് ചെയ്യുകയും അതിനുശേഷം എന്തെങ്കിലും എഡിറ്റിംഗ് വന്നിട്ടുണ്ടെങ്കിൽ ഏത് യൂസർ ഏത് സമയത്ത് എപ്പോൾ എഡിറ്റ് ചെയ്തത്, എന്താണ് എഡിറ്റ് ചെയ്തത്, എത്ര തവണ എഡിറ്റ് ചെയ്തിട്ടുണ്ട്,
എഡിറ്റിങ്ങിൻ്റെ പല വേർഷനുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാ വേർഷനുകൾ നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ എഡിറ്റ് ലോഗ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ കമ്പനിയുടെ ഡാറ്റ കൂടുതൽ സെക്യൂർഡ് ആയിരിക്കും. യൂസേഴ്സിന് ഓപ്പൺ ആക്കി കൊടുത്തുള്ള ഡാറ്റ ആണെങ്കിൽ പോലും മാനേജ്മെൻറ്റ് ലെവലിൽ നിന്ന് നോക്കുമ്പോൾ എന്തൊക്കെ എഡിറ്റിംഗ് ആരൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് വെരിഫൈ ചെയ്യാനായിട്ട് പറ്റും. ടാലി വോൾട്ട് പാസ്വേഡ് നോർമലി അതാരും യൂസ് ചെയ്യാറില്ല. വോൾട്ട് പാസ്വേഡ് കുറച്ച് കൂടിയൊരു എൻക്രിപ്ഷൻ മെത്തേഡ് മാത്രമാണ്. അപ്പോൾ എൻട്രി ലെവലിൽ പോലും എൻക്രിപ്ഷൻ നടക്കുന്നുണ്ട്, പാസ്വേഡ് വെച്ചുള്ളൊരു എൻക്രിപ്ഷൻ വരുന്നുണ്ട്. നമുക്കിവിടെ ആവശ്യം വരുന്നില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നല്ലോ. അതുകൊണ്ട് ഞാനിവിടെ നോ കൊടുക്കാണത്. യൂസർ ആക്സസ് കൺട്രോൾ. യൂസർ ആക്സസ് കൺട്രോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നിലധികം യൂസേഴ്സ് യൂസ് ചെയ്യുന്ന ടാലി, അതിൽ എഡിറ്റ് ലോഗ് ആപ്ലിക്കബിലിറ്റി യൂസേഴ്സിന് നമുക്ക് അവർക്കുള്ള റൈറ്റ്സ് അസൈൻ ചെയ്ത് കൊടുക്കാനെല്ലാം പറ്റും. അപ്പോൾ എല്ലാ യൂസേഴ്സും കംപ്ലീറ്റ്ലി എല്ലാ കാര്യങ്ങളും കാണേണ്ടവരായിരിക്കില്ല. മാനേജ്മെൻറ്റ് ലെവലുണ്ടായിരിക്കാം, ഡാറ്റ എൻട്രി ലെവലുണ്ടായിരിക്കാം, അതുപോലെ സെയിൽസിനുള്ളവരുണ്ടായിരിക്കാം, പ്രൊക്യൂർമെൻറ്റിലുള്ളവരുണ്ടായിരിക്കാം. അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ യൂസർ ആക്സസ് കൺട്രോൾ കൊടുക്കുന്നത്. അപ്പോൾ നമുക്കൊരു അഡ്മിൻ യൂസർ ഉണ്ടായിരിക്കാം, ബാക്കി യൂസേഴ്സ് ഉണ്ടായിരിക്കാം. നമ്മൾ അസൈൻ ചെയ്തുള്ള റൈറ്റ്സ് പ്രകാരം കാര്യങ്ങൾ ചെയ്യാനുള്ള യൂസേഴ്സ് ഉണ്ടാവും. പ്രൊവൈഡ് അഡീഷണൽ ബേസ് കറൻസി ഡീറ്റെയിൽസ്, അത് യെസ് കൊടുത്തിട്ട് ഞാൻ കാണിച്ചത്. കാരണം ബേസ് കറൻസി ഓൾറെഡി UAE സെലക്ട് ചെയ്യുമ്പോൾ AD വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഡെസിമൽ പോർഷൻ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻ ഉള്ളത്. ഓക്കെ, ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ എഡിറ്റ് ലോഗ് എനേബിൾ എഡിറ്റ് ലോഗ് എന്നുള്ളത് നമുക്കിവിടെ സെറ്റ് ചെയ്യാം. സെക്യൂരിറ്റി കൺട്രോൾ അഗൈൻ കൺട്രോൾ യൂസർ ആക്സസ് ടു കമ്പനി ഡാറ്റ, ആ ഒരു ഓപ്ഷൻ കൂടെ യെസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് യൂസർ നെയിം പാസ്വേഡ് ചോദിക്കും. അപ്പോൾ നമുക്ക് അവിടെ കൊടുക്കുന്ന യൂസർ നെയിം ആയിരിക്കും കമ്പനിയുടെ അഡ്മിൻ സൂപ്പർ യൂസറായിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് അഡ്മിൻ പാസ്വേഡ് എന്ന് കൊടുത്തു. പാസ്വേഡ് അഗൈൻ കൺഫേം ചെയ്ത് അഡ്മിൻ തന്നെ കൊടുത്തിട്ട് ദെൻ എനേബിൾ ടാലി ഓഡിറ്റ് ഫീച്ചർ. ടാലി സിസ്റ്റം ഇറ്റ് സെൽഫ് ഒരു ഓഡിറ്റ് ഫീച്ചേഴ്സ് നമുക്ക് തരുന്നുണ്ട്, ഓഡിറ്റ് വെരിഫിക്കേഷൻ തരുന്നുണ്ട്. ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യണോ വേണ്ടോ എന്ന് ചോദിക്കുന്നതാണ്. നമുക്കവിടെ എനേബിൾ ചെയ്യാം. ഡിസലോ ഓപ്പണിംഗ് ഇൻ എഡ്യൂക്കേഷൻ മോഡ്. ദാറ്റ് മീൻസ് ഇപ്പോൾ നമ്മളുടെ ഒരു ഡാറ്റ ബാക്കപ്പ് ആരെങ്കിലും ബാക്കപ്പ് ചെയ്ത് കൊണ്ടുപോയാൽ തന്നെ ടാലിയുടെ ഒറിജിനൽ വേർഷൻ ഇല്ലാണ്ട് അത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ഒരു അഡീഷണൽ സെക്യൂരിറ്റി എന്നുള്ള രീതിയിൽ കൊടുത്തുള്ളതാണ്. കൂടുതൽ കാര്യമായിട്ടൊന്നും ഇല്ല അതിൽ, നോർമലി ചെയ്യേണ്ട ആവശ്യം വരാറില്ല. ഓക്കെ, ഇവിടെ ബേസ് കറൻസി ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക് വരുന്നുണ്ട്. ദുബായ് എന്നുള്ള സെലക്ട് ചെയ്തുകൊണ്ട് തന്നെ ബേസ് കറൻസി ഡീറ്റെയിൽസ് വന്നു. കറൻസി സിമ്പിൾ വരുന്നത് AED ആണ്, ഫോർമൽ UAE ദിർഹം എന്നുള്ളതാണ്. പിന്നെ സ്പേസ് ബിറ്റ്വീൻ എമൗണ്ട് ആൻഡ് സിമ്പിൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇവ റെപ്രസെൻറ്റിങ് എമൗണ്ട് ആഫ്റ്റർ ഡെസിമൽ എന്നുള്ള ഫീൽസ്. ഇപ്പോൾ ഇന്ത്യയിൽ പൈസ എന്ന് പറയുന്ന പോലെ AEDക്ക് ഫീൽസാണ് വരുന്നത്. നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസസ് ഫോർ എമൗണ്ട് ഇൻ വേർഡ്സ് യെസ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഷോ എമൗണ്ട് ഇൻ മില്യൺസ്. ഈ ഒരു ഓപ്ഷൻ എപ്പോഴും നമ്മളൊരു ഇൻ്റർനാഷണൽ കമ്പനിയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ യെസ് ആയിട്ട് കൊടുക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാത്ത വർഷം ഇന്ത്യയിലുള്ള പോലെ ലാക്ക് ക്രോർ എന്നുള്ളൊരു ഫോർമാറ്റ് വരുന്നത്, മില്യൺ ബില്യൺ ട്രില്യൺ അങ്ങനെയുള്ളൊരു ഫോർമാറ്റിലേക്ക് വരില്ല. കോമേഴ്സ് ഓപ്പറേറ്ററിൽ വ്യത്യാസം വരും. അഗൈൻ എൻ്റർ ആക്സെപ്റ്റ് യെസ് നോ എന്ന് കൊടുക്കുമ്പോൾ ഞാനിവിടെ യെസ് വൈ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്സെപ്റ്റ്, എന്നെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നോ. വൈ പ്രസ് ചെയ്യാണ്. കുറച്ച് സമയം എടുക്കും കമ്പനി ക്രിയേറ്റ് ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ, വൺസ് കമ്പനി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെടുത്ത് ഓപ്പൺ ചെയ്യാൻ ചോദിക്കും. നമ്മൾ നേരത്തെ കൊടുത്ത യൂസർ നെയിം പാസ്വേഡ് യൂസ് ചെയ്തുകൊണ്ട് കമ്പനി ഓപ്പൺ ചെയ്യാം. അഡ്മിൻ പാസ്വേഡ് ഓൾസോ അഡ്മിൻ. ഓക്കെ, ദെൻ ഇമ്മീഡിയറ്റ്ലി കമ്പനി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോൺഫിഗറേഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ കോൺഫിഗറേഷൻ ഞാനൊരു വേറെ സെഷനായിട്ട് തന്നെ പറയാനുള്ളത്. കോൺഫിഗറേഷൻ ഉണ്ട് എന്നുള്ള ആപ്പൊക്കെ നമുക്ക് എനേബിൾ ചെയ്യുന്നുള്ളത്. അപ്പോൾ വെരി ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ റിലേറ്റഡ് ടു അക്കൗണ്ടിങ് എല്ലാ കോൺഫിഗറേഷൻസ് അതിൽ വരും. മെയിൻറ്റെയിൻ അക്കൗണ്ട്സ്, എനേബിൾ ബിൽ വൈസ് എൻട്രി, ഇതെല്ലാം ഞാൻ പറഞ്ഞുതരാം. മെയിൻറ്റെയിൻ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബിൽ വൈസ് എൻട്രി. ഇപ്പോൾ നമ്മളൊരു ബില്ല് ക്രിയേറ്റ് ചെയ്യുമ്പോൾ, ഒരു സെയിൽസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സെറ്റിൽമെൻറ്റ്, അതിൻ്റെ ഒരു റെസീറ്റ് ചോദിക്കുമ്പോൾ ഏത് ബില്ലിന് അഗേൻസ്റ്റുള്ള റെസീറ്റാണ് എന്നുള്ളത് ചോദിക്കാം. അപ്പോൾ നമുക്ക് അവിടെ ഒരു ഔട്ട്സ്റ്റാൻഡിങ് റിപ്പോർട്ടുകളും ഏജിങ് എല്ലാം ബില്ലിൻ്റെ മുകളിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിന് വേണ്ടിയുള്ള ഓപ്ഷനാണ്. ഡിഫോൾട്ട് അതെല്ലാം യെസ് ആയിരിക്കും.
കോൾ സെൻറ്റർ അറിയുള്ളൂ, ഒരു പ്രോഫിറ്റ് സെൻ്ററാണ്. നമുക്ക് ഒന്നിലധികം ടെലിഫോണുകളോ ഒന്നിലധികം വണ്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഈച്ച് വണ്ടികൾ നമുക്ക് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാതെ തന്നെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷനാണ്. അത് കൂടുതലായിട്ട് ഞാൻ അതിൻ്റെ സെക്ഷനിലേക്ക് പോകുമ്പോൾ പറഞ്ഞുതരാം. എനേബിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ നമുക്ക് ആവശ്യം വരുന്നില്ല. മെയിൻറ്റെയിൻ ഇൻവെൻട്രി, ഇൻ്റഗ്രേറ്റ് അക്കൗണ്ട്സ് വിത്ത് ഇൻവെൻട്രി, അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ്റഗ്രേറ്റ് അക്കൗണ്ട്സ് വിത്ത് ഇൻവെൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഇൻവെൻട്രി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ അതിൻ്റെ വാല്യൂസ് അക്കൗണ്ട്സിലേക്ക് എടുക്കണോ അല്ലെങ്കിൽ നമ്മൾ മാനുവലി കൊടുക്കണോ എന്നുള്ളത് ഇവിടെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ മാനുവലി കൊടുക്കുന്ന കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില കേസിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഇൻവെൻട്രി ഉണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഇൻവെൻട്രി വരുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇൻ്റഗ്രേഷൻ സാധ്യമായിരിക്കില്ല. കാരണം ഇൻവെൻട്രി എടുത്ത് പോകുന്നുണ്ടാവും. ഇപ്പോൾ ചില കേസ് വരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കസ്റ്റമർ മാനുഫാക്ചറിങ്ങിലുള്ള ചില കൺട്രോൾ ചെയ്തിട്ട് മാനേജ് ചെയ്യാൻ പറ്റാത്ത ഇൻവെൻട്രിക്ക് ആണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ നോ കൊടുത്തിട്ട് പിന്നീട് നമുക്ക് എപ്പോഴാണോ ക്ലോസിങ് ചെയ്യുന്നത് അന്നേരം ക്ലോസിങ് ബാലൻസ് എടുത്ത് അതിൻ്റെ ഒരു വാല്യൂ കണക്കാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ വരുന്ന കേസിൽ നോ കൊടുക്കുക അല്ലെങ്കിൽ യെസ് കൊടുക്കാം. പിന്നെ എനേബിൾ മൾട്ടി പ്രൈസ് ലെവൽ ഉണ്ട് ടാലിയിൽ. സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ പ്രൈസ് ലെവൽ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഡീറ്റെയിൽസ് കൂടെ നമുക്ക് കിട്ടും. ബാച്ച് വൈസ് ഡീറ്റെയിൽസ്, ബാച്ച് മീൻസ് നമ്മളിപ്പോൾ മെഡിസിൻസ്, ചില ടൈപ്പ് ഓഫ് ഫുഡ് ഐറ്റംസ് അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിങ് കമ്പനി ആണെങ്കിൽ ബാച്ച് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. ബാച്ച് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സ്പയറിയും അതേപോലെ പ്രൊഡക്ഷൻ ഡേറ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ കിട്ടും. ജോബ് ഓർഡർ പ്രോസസ്സിങ് വരുന്നത് പോലെ പ്രൊജക്റ്റുകളൊക്കെ ചെയ്യുന്ന കമ്പനിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ട് ജോബ് വൈസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടൊക്കെ എടുക്കാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. കോസ്റ്റ് ട്രാക്കിങ് വരുന്നുണ്ട്, ജോബ് കോസ്റ്റിംഗ് വരുന്നുണ്ട്, ഡിസ്കൗണ്ട് കോളം ഇൻ ഇൻവോയ്സ്, സെപ്പറേറ്റ് ആയിട്ട് ഒരു ഡിസ്കൗണ്ട് കോളം എല്ലാ ലൈനിലും ഡിസ്കൗണ്ട് കിട്ടാനുള്ള ഓപ്ഷൻ വേണ്ടിയിട്ടാണത്. യു സെപ്പറേറ്റ് HL ബിൽഡ് ക്വാണ്ടിറ്റി കോളംസ് ഇൻ ഇൻവോയ്സ്. ഇത് വേറെ ഒന്നല്ല, കസ്റ്റമർ ബില്ല് ചെയ്യുന്ന ക്വാണ്ടിറ്റി ആയിരിക്കില്ല ഡെലിവറി ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 10 ക്വാണ്ടിറ്റി ബില്ല് ചെയ്യുന്നുണ്ടെങ്കിൽ 2 ക്വാണ്ടിറ്റി ഫ്രീ കൊടുക്കുന്നുണ്ടായിരിക്കും. ഇപ്പോൾ കൂടുതലും മെഡിസിൻ അങ്ങനെയുള്ള കേസിലൊക്കെയാണ് വരുന്നത്. മെഡിസിൻ സപ്ലൈ ഒക്കെ വരുമ്പോൾ ഇത്രയും നമ്പർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും നമ്പർ ഫ്രീ ആയിട്ട് അവർ കൊടുക്കും. അങ്ങനെയുള്ള കേസിലൊക്കെ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അടുത്തതാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയി വരുന്ന ടാക്സേഷൻ എനേബിൾ വാറ്റാണ്. ഇവിടെ UAE സംബന്ധിച്ച് ഇവിടുത്തെ ടാക്സ് വാല്യൂ ആഡഡ് ടാക്സ് ആണ്. ഈ ടാക്സ് എനേബിൾ ചെയ്യുന്നത് നമ്മൾ തീരുമാനിക്കുന്ന ഈ കമ്പനി ഓൾറെഡി ടാക്സ് അതോറിറ്റി ആയിട്ട് രജിസ്റ്റേർഡ് ആയിട്ട് ടാക്സ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ എനേബിൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ടാക്സ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലല്ല, അത് എന്ന് മുതലാണ് വാലിഡ് ആവുന്നത്. ആ വാലിഡിറ്റി വരുമ്പോൾ മാത്രമേ നമ്മളിവിടെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇപ്പം ഞാൻ എനേബിൾ ചെയ്തിട്ട് കാണിച്ചു തരാം എങ്ങനെ ചെയ്യുക എന്നുള്ളത്. ഇവിടെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് എമിറേറ്റ്സ് ആണെന്ന് കാണിക്കേണ്ടി വരും. ഇവിടെ TRN കൊടുക്കേണ്ടി വരും. 100123456 രജിസ്ട്രേഷൻ ഡേറ്റ് ഫ്രം എന്നാണ് അത് എഫക്റ്റീവ് ആയിട്ടുള്ളത്. ഇപ്പോൾ 1st January നമ്മൾ കമ്പനി സ്റ്റാർട്ട് ചെയ്തു, പക്ഷെ വാറ്റ് എഫക്റ്റീവ് ആവുന്നത് ചിലപ്പോൾ 1st March ആയിരിക്കാം. നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്ന 1st Marchലാണെങ്കിൽ 1st March ഇവിടെ കൊടുത്താൽ മതി. അടുത്ത വരുന്ന പീരിയഡിഫിറ്റി ആണ്. മന്ത്ലിയാണോ ക്വാർട്ടർലിയാണോ നമുക്ക് ടാക്സ് പേ ചെയ്യേണ്ടത്, അത് നമ്മുടെ ടാക്സ് സർട്ടിഫിക്കറ്റിൽ ഉണ്ടായിരിക്കാം. അത് പ്രകാരം നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. മോസ്റ്റ് ഓഫ് ദ കമ്പനീസ് വരുന്ന ക്വാർട്ടർലി തന്നെയാണ്. ഇൻ കേസ് മന്ത്ലി ഉണ്ടെന്ന് വെച്ചാൽ മന്ത്ലി കൊടുത്താൽ മതി. അടുത്തത് ഫസ്റ്റ് ക്വാർട്ടർ ഓഫ് ടാക്സ് സ്റ്റാർട്ടഡ് ഫ്രം. അത് ഓട്ടോമാറ്റിക്കായി അവിടെ വരും. നമ്മളിവിടെ കൊടുത്തിരുന്ന രജിസ്ട്രേഷൻ ഡേറ്റ് ഉണ്ടല്ലോ, അതിനനുസരിച്ച് സെറ്റ് ആയിട്ട് വരും. സെറ്റ് ആൾട്ടർ വാട്ട് ഡീറ്റെയിൽസ് ഓൾറെഡി അതിലുണ്ടായിരിക്കും. കാരണം ഇവിടെ UAE 5% ടാക്സ് ആണ് വരുന്നത് മോസ്റ്റ് ഓഫ് ദ ഐറ്റംസ്. ഇപ്പം അല്ലാത്ത കേസിൽ മാത്രം നമ്മളിവിടെ യെസ് കൊടുത്താൽ മതി. ടാക്സബിൾ ടാക്സ് റേറ്റ് 5%. ഇത് ഡിഫോൾട്ട് എല്ലാ ഐറ്റത്തിനും എല്ലാ സർവീസുകൾക്കും മുകളിൽ സെറ്റാവും. ദെൻ കമ്പനി ഇൻ എ ഡെസിഗ്നേറ്റഡ് സോൺ എന്ന് പറയുന്നത് ഈ ഫെൻസ്ഡ് ഫ്രീ സോണുകളെല്ലാം ഉണ്ട്. ഇപ്പോൾ ദുബായിലെ കേസ് പറയുകയാണെങ്കിൽ ജബൽ അലി ഫ്രീ സോൺ, അതേപോലെ എയർപോർട്ടിനകത്ത് വരുന്ന ഫ്രീ സോൺ ഉണ്ട്, എയർപോർട്ടിൻ്റെ പുറത്തും ഫ്രീ സോൺ ഉണ്ട്, അതേപോലെ അകത്തും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഫെൻസ്ഡ് ഫ്രീ സോൺ, അതിനാണ് ഡെസിഗ്നേറ്റഡ് സോൺ എന്ന് പറയുന്നത്. അപ്പോൾ അവിടേക്ക് വരുമ്പോൾ ലോയിൽ കുറച്ച് മാറ്റങ്ങളുണ്ട്. അങ്ങനെയുള്ള ഫ്രീ സോണിലുള്ള കമ്പനി ആണെന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷൻ യെസ് കൊടുക്കാം. ഇഗ്നോർ മിസ് മാച്ച് ഒരു 1 dirhams കൊടുത്താൽ മതി. എൻ്റർ അടിക്കുക, വേറെ ഒന്നുമില്ല. ടാക്സിൻ്റെ കാര്യങ്ങളെല്ലാം അവിടെ സെറ്റായി. അടുത്ത് വരുന്ന ഓൺലൈൻ ആക്സസ് എനേബിൾ ബ്രൗസർ ആക്സസ് ഫോർ റിപ്പോർട്ട്സ്. ടാലിയുടെ ട്രിബ് എന്നുള്ളൊരു ഫീച്ചറാണ്. ടാലി റിപ്പോർട്ട്സ് ഇൻ ബ്രൗസർ എന്നുള്ളത് അത് എനേബിൾ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ആണ്.
ടാലി നെറ്റ് സർവീസ് ഫോർ റിമോട്ട് ആക്സസ് ആൻഡ് സിങ്കർണൈസേഷൻ. ഇത് ടാലിയുടെ കണക്റ്റഡ് ഫീച്ചേഴ്സ് ആണ് വരുന്നത്. റിമോട്ട് ആക്സസും അതേപോലെ ഡാറ്റ സിങ്കർണൈസേഷൻ മൾട്ടിപ്പിൾ ബ്രാഞ്ചിലേക്കൊക്കെ ഡാറ്റ സിങ്കർണൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊക്കെ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിതെല്ലാം ചെയ്യാനായിട്ട് പറ്റും. മെയിൻറ്റെയിൻ പേറോൾ നമുക്ക് ടാലിയിൽ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യുക. എനേബിൾ മൾട്ടിപ്പിൾ അഡ്രസ്സ്. ഇപ്പോൾ ഒരു കമ്പനിക്ക് തന്നെ മൾട്ടിപ്പിൾ അഡ്രസ്സ് ഉണ്ട്. മെയിൻ അഡ്രസ്സ്, അതേപോലെ ബ്രാഞ്ച് അഡ്രസ്സ്, വെയർ ഓഫിൻ്റെ അഡ്രസ്സ്. നമുക്ക് മൾട്ടിപ്പിൾ അഡ്രസ്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യം എന്ന് വെച്ചാൽ നമുക്ക് ഈ ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ട് മൾട്ടിപ്പിൾ അഡ്രസ്സ് കൊടുക്കാൻ നോർമലി അതിൻ്റെ ആവശ്യം വരാറില്ല. മാർക്ക് മോഡിഫൈഡ് വൗച്ചേഴ്സ് അത് എനേബിൾ ചെയ്യാം. ഏതെങ്കിലും ഒരു വൗച്ചർ മോഡിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. മെയിലിൻ ഡീറ്റെയിൽസ് ഇൻ ലോക്കൽ ലാംഗ്വേജ് മാൻഡേറ്ററി അല്ല. ഇപ്പോൾ B2C കേസ് വരാണെങ്കിൽ, ബിസിനസ് ടു കസ്റ്റമർ കേസ് വരാണെങ്കിൽ നമ്മുടെ കമ്പനിയുടെ പേരും കാര്യങ്ങളെല്ലാം ലോക്കൽ ലാംഗ്വേജിലൂടെ ഉണ്ടായിരിക്കണം. ഇൻവോയ്സ് പോലെയുള്ള ഡോക്യുമെൻറ്റ്സിൽ. അതിനുവേണ്ടി നമുക്കിവിടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്രസ് കൊടുക്കാനുള്ള ഓപ്ഷൻ. ദെൻ ഈ സെറ്റ് ചെയ്തുള്ള ഓപ്ഷൻസ് എല്ലാം അക്സെപ്റ്റ് ചെയ്യാനായിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ പ്രസ് ചെയ്തു, കമ്പനി ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇത്രയാണ് നമുക്ക് ടാലിയിൽ കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നതിൽ വരുന്നുള്ളൂ. അടുത്തായിട്ട് ഇത് എങ്ങനെ യൂസ് ചെയ്യുന്നുള്ളതാണ് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നീട് വരാം. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറഞ്ഞാൽ മതി.